മൂന്നാർ ടൗണിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ട രാത്രി കാഴ്ചയാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ക്ലബ് ഹൗസാണത്. രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന അവസ്ഥ മൂന്നാർ ടൗൺ ഫുൾ കോട. ഗുഡ് മോർണിംഗ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറാണ്. മുട്ടൻ കോടയും ഞാൻ കണ്ടില്ല, വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിയായതുള്ളൂ. രാവിലെ 6 മണിക്ക് മുട്ടൻ ഇതാണ്, കോടയാണ്. ഇതുണ്ട് കോട്ടയം മൂന്നാർ ടൗണാണ്. മൂന്നാർ ടൗണിൻ്റെ അകത്ത് തന്നെ. അടിപൊളിയാണ്, കാണിച്ചിട്ടാ. വേണ്ട, ഞങ്ങളിവിടെ താമസിക്കണത് മൂന്നാർ ടൗണിൽ. മൊത്തം കോടയാ, നല്ല അടിപൊളി തണുപ്പ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി കോട്ടയാണ് കേട്ടോ. ഇവർ റിനോവേഷൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താമസിച്ചപ്പോൾ ഭയങ്കര ഇതായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം നല്ല അടിപൊളിയാക്കി, റൂമൊക്കെ നല്ല സെറ്റപ്പാക്കി. കണ്ണൻദേവൻ ഹിൽസ് ക്ലബ്ബാണ്. ഉണ്ടാ, അതാണ് പേര്, കണ്ണൻദേവൻ ഹിൽസ് ക്ലബ്ബ്. എവിടെയാണ് കണ്ട കോട അടിച്ച് കയറിയേക്കണണ്ട. ഇത് 1917 സ്ഥാപിക്കപ്പെട്ട ഒരു ക്ലബ്ബാണ്. അടിപൊളിയാണ്. കണ്ണൻദേവൻ ഹിൽസ് ക്ലബ്ബാണ് അത്. കണ്ട, ഭയങ്കര പഴക്കമുള്ളൊരു ക്ലബ്ബാണ് ഇവിടെ മൂന്നാറിൽ. 1917 ഒരു കോട്ടേജാണ് കേട്ടോ. ഇവിടെയാണ് സ്റ്റേ അടിച്ചത്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഫുൾ ചില്ലിങ് ഔട്ട് ഫിറ്റ്. പുറത്തിരുന്ന് കാഴ്ചകൾ കാണുന്ന 2 കൂട്ടുകാർ. ഇത് സന്ദീപ്. ഹായ് നിന്റെ കൈ മാത്രമേ വരുള്ളൂ. ആ, സന്ദീപ് ഒരുത്തനുണ്ട്, അവൻ ബാത്റൂമിൽ കയറിയിരിക്കുക. ഞങ്ങൾ രാവിലെ തണുപ്പ് കാണാൻ, മഞ്ഞ് കാണാൻ ഇറങ്ങി പുറത്തിരിക്കാൻ. റൂമിൻ്റെ അകത്ത് അവനുണ്ട്, ബാക്കി ഞങ്ങൾ ഫുൾ ചില്ലിങ് ഔട്ട്. അടിപൊളിയാണ്, നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വട്ടവട വിടുക. വട്ടവട പോയിട്ട് സ്ട്രോബെറി ഫാം കാണണമെന്ന് ഇവന്.
എന്നിട്ട് സ്ട്രോബെറി പറിച്ച് തിന്നണമെന്ന്. ആട്ടുകാർ അറിയില്ല. തല്ല് കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ, അല്ലെ ഓടുവാണെങ്കിൽ ഞങ്ങളിടാം. എന്തായി തീരുവാവോ? 13 ഡിഗ്രി മൂന്നാറിൽ. താത്തേക്ക് എടുക്കരുത്. മിൽസോ തണുപ്പുണ്ടോ മോനെ? ഇല്ല. 13 ഡിഗ്രിക്ക് പോരാ നിനക്ക് സന്ദീപ്? അതാണ് മൂത്ത ഫോഗ്. കണ്ട അങ്ങനെ വട്ടവടക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മൾ അങ്ങനെ ആ വഴിയാണ് വന്നത്, ഈ വഴിയാണ് പോകേണ്ടത്. ഇത് വട്ടവടക്കുള്ള, ഇത് ടോപ്പ് സ്റ്റേഷന് പോണ റൂട്ടാണ്. ഇത് ചെക്ക് പോസ്റ്റ്. ഇവിടെ എഴുതി കൊടുത്തിട്ട് വട്ടവടക്ക് പോവാം. പോവാം എഴുതി കൊടുത്തു, പേരൊന്നും വേണ്ട, ജസ്റ്റ് വണ്ടി നമ്പർ കൊടുത്തു. വണ്ടി എങ്ങും നിർത്താൻ പാടില്ല, അടുത്ത ചെക്ക് പോസ്റ്റിൽ കവർ ചെയ്ത് പോകണം. വൈകിട്ട് 6 മണിക്ക് മുമ്പായിട്ട് തിരിച്ചു വരണം. 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അത് കാരണം പിന്നെ വരാൻ പറ്റില്ല, പിന്നെ നാളെ രാവിലെ വരാൻ പറ്റുള്ളൂ. ഇതാണ് കാർഡാണ്. കാർഡ് എങ്ങും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഇതാണ് റൂള്. പറഞ്ഞോ. ആനയെ കാണാം പറ്റിയാൽ, കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ കാണാൻ പറ്റും. തണുപ്പല്ലടാ, തണുപ്പല്ലേ? അതാണ് ഒരു നിർത്തല്ലേ എന്ന് പറയുന്നത്. പുൽമേട്ടിൽ പ്രവേശിക്കരുത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിർത്തരുന്ന് പറഞ്ഞിട്ട് സാറന്മാര് വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. പറയാൻ പറ്റില്ല, കാരണം അവരുടെ ആവാസ വ്യവസ്ഥ അല്ലേ ഇതിന്റെ അകത്ത്. നമ്മള് കേറണല്ലേ, അത് നമ്മുടെ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് തന്നെ നോക്കുന്നതിനുള്ള സ്ഥലമാണ്. ഇത് പാർക്ക്, നാഷണൽ പാർക്കാണ്. ഓക്കെ, 1-2 വീഡിയോകൾ വന്നത് മറ്റേ ഈ പിള്ളേര് കാറിന്റെ ബോണറ്റ് അത് ഈ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നാട്ടുകാര് നിർത്തിയിട്ട് തെറി പറഞ്ഞ് കേട്ടിച്ചിട്ട്. അപ്പൊ എന്തെങ്കിലും പഴയറ്റിക്കഴിഞ്ഞ സ്വഭാവങ്ങൾ കാണിക്കണോണ്ട് നീ വന്നോ കണ്ടോ പോയിക്കോ, നിർത്താൻ അനുവാദം ഉള്ളിടത്ത് നിർത്താം. അതെ, അഭ്യാസം കാണിക്കല്ലേ. പൈൻ ഫോറസ്റ്റ് ആണ്. എന്നെ പൊക്കം കൊണ്ടാണ്. എന്താണ് ഒരു ഇതെന്ന്, ഇതിന്റെ ഒരു ഇത് തന്നെയാണ്. ഇവിടെ തന്നെ വന്ന വട്ടവട റൂട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു ഇത് കിട്ടും. അതിന്റെ ഇത് വേറെ എവിടെങ്കിലും കിട്ടും. ഇത് പാമ്പാട് ഷോല നാഷണൽ പാർക്കാണ്. പാമ്പാട് ഷോല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ മിൽസാണ്. ഈ വള്ളികളില്ലേ, ഈ മരത്തിന്റെ വള്ളികളെ, ഈ വള്ളികൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അതിന് പാമ്പാടും ഷോല പേര് വരുന്നത്.
ചോല തമിഴ് വാക്കാണ്, അല്ലെങ്കിൽ സംസ്കൃതം ആയിരിക്കും. അതെ അതെ. ഈ പാമ്പാട് ചോല എന്ന് പറഞ്ഞത് ഈ വള്ളികൾ കാരണമാണ്. കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ കണ്ടു. രക്ഷയില്ല പണി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ അത് ഷൂട്ടിംഗ് അനുവദിക്കില്ല. കാടാ പരിപാടി. ഇല്ല ഇതിന്റെ അകത്തൊരു പരിപാടി നടക്കൂല്ലോ മോനെ. എടാ ഇതിന്റെ അത് പെർമിഷൻ കിട്ടില്ലെന്ന്, വണ്ടി നിർത്താൻ പറ്റില്ലെന്ന് പറയുമ്പം സിനിമ ഷൂട്ടിങ്ങിന് എത്ര വണ്ടി തന്നെ വരും? നല്ല കാര്യമായി. ആ സമയത്ത് പെർമിഷൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വേറെ വണ്ടികളൊന്നും കയറ്റിവിടത്തില്ല. അതിരമ്പള്ളി വാഴച്ചാൽ ഉൾഭാഗത്തേക്ക് ഒറ്റ വണ്ടികൾ കയറ്റിവിടുക. എന്നിട്ടാണ് മറ്റേ രാവണ അതിനെ ഔത്തേറിട്ട് ഷൂട്ട് ചെയ്തത്. അത് പോളോ കൊടുത്തു. എടാ രാവണ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഇപ്പം ട്രക്കിങ് കിടക്കണല്ലേ. ഇപ്പൊ അതിന്റെ ഒരു ട്രക്കിംഗ് പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിരമ്പള്ളി വാഴച്ചാൽ. കണ്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ പോണ എപ്പോഴും ഇവിടെ സൈഡാണ്, ഇപ്പുറത്തെ സൈഡല്ലേ. നമുക്ക് അപ്പുറത്തെ സൈഡ് പോവാ. ഇപ്പൊ മറ്റേ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇല്ലേ, നമ്മുടെ ആ പാലം ഇല്ലേ, ആ പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അവര് ജീപ്പില് കൊണ്ടുപോകും നമ്മളെ. എന്നിട്ട് പിന്നെ ട്രക്ക് ചെയ്ത് നടന്ന് നമ്മൾ സാധാരണ പോയി നിൽക്കുന്നതിന്റെ അപ്പുറത്തെ സൈഡിൽ ചെല്ലും. അവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും, സ്ഥലമുണ്ട്. ഇവിടെ ഒരു വീട് പണിഞ്ഞു വെച്ചേക്കണ ഇവിടെ കോട്ടേജ്. ഇതിന്റെ മണ്ടയ്ക്ക് എങ്ങനെ ചെന്ന് കയറും? എനിക്കറിയാൻ പാടില്ല. അല്ല ഇതിന്റെ മണ്ടയിൽ എങ്ങനെ ചെന്ന് കയറും? അതുവഴി വഴിയുണ്ടോ? അല്ലല്ല, അത് വെട്ടിയെടുത്ത് മറ്റേ ഇതാക്കിയേക്കുന്ന മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കണ പരിപാടിയാണ്. നേരത്തെ ഇടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ല രസമുണ്ട്. ഇത് വട്ടവടയാണ്. വട്ടവട കുറച്ച് ഉള്ളിലാണ്. ഫാമാണ് കാണുന്നത് മുഴുവൻ. ഉണ്ട്, അത് ഫാമുകളാണ്. ഒരു സ്ട്രോബെറി ഫാം കാണാൻ വന്നതാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കട. അത് വട്ടവട എത്തി. സ്ട്രോബെറി ഫാം കാണാൻ വന്നതാണ്. കാണിച്ചു തരാം. തീർച്ചയായിട്ടും അതെ, സ്ട്രോബെറി നിന്നെ കടിക്കാതെ നോക്കിക്കോളാം. ഈ ഫാമാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ഇതല്ല അത് തന്നെയാ. അതെ അതെ, ഇതല്ല നല്ല പഴുത്ത് കിടക്കണ്ട. ഈ നമ്പറിൽ വിളിച്ചാൽ മതി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട്. ഒക്കോ ഉണ്ട്. നല്ല സ്ട്രോബെറിയുടെ മണം വരില്ലേ? ഇല്ലേ? എന്നാ പോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയുണ്ടാ? കൊള്ളാ? അത് വൈൻ. അതെന്താ നീ കഴിക്കില്ലേ? നോൺ ആൽക്കഹോൾ കേടാ അത്. എങ്ങനെയുണ്ടാ? ഒന്നടിച്ചേ? അടിച്ചോ? 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 സ്ട്രോബെറി വൈനല്ലേ, കുഴപ്പമില്ല. അതാണ്. എന്താ വില കേട്ടത് സ്ട്രോബെറി? 150. ആ, ഓഫ് സീസണാ? அதுதானே சின்னதாக இருக்குது. உங்கள் பேர் என்ன? கோகுல். ஜாம் என்ன விலை? 500. வைனா? 250.
നല്ലതാണോ? അതിനെങ്ങനെ ഉണ്ടോ? നല്ലതാണോ? വാങ്ങണ്ടേ? നീ ജാമ എന്തായാലും വാങ്ങണ്ട. കൊച്ചിന് ഇഷ്ടമാണോ സ്ട്രോബെറി? ഇവിടത്തെ വലുത് കിടക്കണം. വലുത് പറിച്ചോടാ. അമ്മച്ചിയോട് ചോദിക്കും. ഇവിടെ നോക്ക്, രണ്ട് കഴി വലിപ്പം നോക്കിയത് അടിപൊളി. കഴിച്ചോ? മൊത്തമായിട്ട് അകത്തേക്ക് കിട്ടോ? കഴിയടാ അങ്ങോട്ട്. നീ കഴിച്ചോടാ. പാടണ്ട, നീ കഴിച്ചാൽ മതി. ഇല്ലടാ, നീ അതിലോട്ട് കഴിച്ചു. എന്ത്? അതിൻ്റെ അകത്തൊന്നുമില്ലടാ പൊട്ടടാ. അതിൻ്റെ അകത്ത് നീര് പോടാ. ഓ ഇവൻ തീർന്നു. അയ്യോ പോയി വിഷം. അടിപൊളി സാധനം. മാറാൻ പറ്റില്ല. എന്തിനാ എരിയണ്ട നിനക്ക്? ആ അടിപൊളി. തേൻ തേൻ കൊമ്പ് തേനാ? എന്താ പ്രത്യേകത അത്? ഹലോ, അതെന്താ കൊമ്പ് തേൻ പ്രത്യേകത? അറിയില്ലയോ? എന്നാണേ ഈ ഇരിക്കുന്നത് കൊമ്പ് തേനാണ്. 250 രൂപ. വൈൻ, സ്ട്രോബെറി വൈനാണ്. സ്ട്രോബെറി വൈൻ അടിച്ചു നോക്കട്ടെ അങ്ങനെ. അടിപൊളി, കൊള്ളാം, നൈസാ. ഹണി മ്യൂസിയം കാണാൻ വന്ന ഹണി മ്യൂസിയം. ഇവിടെ ഒരു സ്റ്റോൾ കൗണ്ടറുണ്ട്, കഫറ്റേരിയ ഉണ്ട്. ഇതാണ് മ്യൂസിയം. ഫ്രീ അല്ല, ടിക്കറ്റ് കൗണ്ടറാ. എവ്വളോ എത്രടാ? 150. പറഞ്ഞോ. ഇതെന്ന് പറയുമ്പോൾ ഒരു ബീ ഹൈവ് ആണ്. ഇതിനകത്ത് 3 ടൈപ്സ് ബീസ് ഉണ്ടാകും. ഫീമെയിൽ ബീസ് ആണ് തേനും പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു കൂട് നിർമ്മിക്കുന്നു. മെയിൽ ബീസുമായിട്ട് മെയിറ്റ് ചെയ്യുക, ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയൊക്കെ കഴിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമാണ്. മെയിറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ഡെത്ത് ആയി പോവുകയാണ് ചെയ്യുന്നത്. ക്യൂൻബീനെ സെലക്ട് ചെയ്യുന്ന ഫീമെയിൽ ബീസ് ആണ്. ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ, അതായത് 6 to 50 days പ്രായമുള്ള ഫീമെയിൽ ബീസിന്റെ തലയുടെ മേളിലുള്ള 2 ഗ്ലാൻസിൽ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലി കൊടുത്താണ് ക്യൂൻബിക്ക് ബിഗ് സൈസ് ആയിട്ടും അതേപോലെ ഒരു ദിവസം 1000 to 2000 വരെ എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. കേറുന്നു സൈഡ് നോക്കിയത്. ഇവരുടെ ലൈഫ് ടൈം 2 മന്താണ് ഓൾഡ് ബേസിന്റെ. ക്യൂൻബിക്ക് മാത്രം റോയൽ ജെല്ലി കൊടുക്കുന്നതുകൊണ്ട് 4 ഇയർ ഉണ്ട്. ഈ റോയൽ ജെല്ലി നമ്മൾ യൂസ് ചെയ്താണെങ്കിൽ ആന്റി ഏജിംഗ് ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉണ്ടാകും, ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഏറ്റവും നല്ലതാണ്. കാർപ്പന്റർ ബീസ് ഫീമെയിൽ ബീസ് ആണ്. അതിന്റെ ബോഡിയിലുള്ള വാക്സ് ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. തേനീച്ച നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കുന്നില്ല. 1 മിനിറ്റ് 11,400 ടൈംസ് അതിന്റെ വിങ്സ് വെച്ച് അടിക്കുന്നതുകൊണ്ടാണ് അത്രയും സൗണ്ട്. അതുകൊണ്ട് തന്നെ 55,000 മൈൽ വരെ പറന്ന് തേനും പൂമ്പൊടിയൊക്കെ കളക്ട് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരുന്നു. ഫീമെയിൽ ബീസും മെയിൽ ബീസും ഡിഫറൻസ്, മെയിൽ ബീസിന് കുത്താനുള്ള സ്റ്റിങ് ഇല്ല, ഫീമെയിലിന് മാത്രമേ ഉള്ളൂ. കുത്തുന്ന സ്റ്റിങ് കൊളുത്ത് പോലെ ആയിരിക്കും. ഇത് ഫോഴ്സ് ചെയ്ത് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ വിഷസഞ്ചിയൊക്കെ പൊട്ടിയത് ഡെത്തായി പോവുകയാണ് ചെയ്യുന്നത്. വിഷമിട്ട് കയറി വീഡിയോ എടുക്കാമല്ലോ. വീഡിയോ എടുക്കാമല്ലോ.
സിഡാർ ഹണി മറ്റേതോ സുക്രോസ് ലെവൽ കുറവുള്ളത്. കുറവായിട്ടുള്ള 720 ആണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണ് ഇത്. ബി പോൺ കിഡ്നി സ്റ്റോണും മൂത്രപ്പഴുപ്പ് അതൊക്കെ യൂസ് ചെയ്യാം. ലെമൺ ഹണി വണ്ണം കുറയാൻ യൂസ് ചെയ്യാം. കറഞ്ച് സ്കിൻ പ്രോബ്ലത്തേക്ക് യൂസ് ചെയ്യാം. സ്കിന്നിന് ആസ്തമ അലർജി അതൊക്കെയാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് ഹണി ഇട്ട് വെച്ചതാണ് നമ്മൾ സാധാ അരസ്പൂൺ കഴിച്ചാൽ മതി. കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വെറുതെ കഴിച്ചിട്ട് അരസ്പൂൺ കഴിച്ചിട്ട് വെള്ളം കുടിക്കാം. 630 കിഡ്നി സ്റ്റോണും മൂത്രപ്പഴുപ്പ് അതൊക്കെയാണ് യൂസ്. ബി പോൺ തേനീച്ച് കഴിക്കുന്ന ഫുഡാണ്. പിന്നെ തുളസി കൊണ്ട് തുളസിയുടെ പാമ്പിൻ്റെ പൂവിൻ്റെ മാത്രം കഴിക്കുന്ന ഹണിയാണ്. പിന്നെ ചുമപ്പടിക്ക് യൂസ് ചെയ്യാം. ഗാർലിക് ഹണി ഇട്ട് വെച്ചേക്കാണോ? ജിഞ്ചർ ഗാർലിക് ഹണിയിൽ ഇട്ട് വെച്ചതാണ്. പുറ്റത്തേന് മൺപുട്ട് മറപ്പുട്ട് അത് കാട്ടുതേന് കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. വൈൽഡ് ഫോറസ്റ്റ് ഹണിയിൽ ടേസ്റ്റ് ഉണ്ടാകും. റോസ് ഇട്ട് വലുതാണോ? വലിയ 1 kg ആണ്. ഇത് നോർമൽ കഴിക്കുന്ന പോലെ കഴിച്ചാൽ മതി അതോ എങ്ങനെ? 1 സ്പൂണോ അതെങ്ങനെ? അരസ്പൂൺ കഴിച്ചാൽ മതി. 1 സ്പൂൺ ഉണ്ട്. അരസ്പൂൺ സ്ട്രീറ്റ്ലെസ് ചെറുതേനുണ്ട്. ചെറുതാണെങ്കിൽ 1800 500 ഗ്രാം. ഇതിലെ ലൈഫ് പ്ലാൻ യൂസ് ചെയ്യുക. പ്രോസസ് പണിയാണ് ഇത്. ബ്രോക്കണി 6 മാസം യൂസ് ചെയ്യുക. 6 മാസത്തിൽ ചെയ്തേക്കും. ഇത് തേനെടുക്കാൻ മാംഗോ ഡ്രൈ ഫ്രൂട്ട്സ് കുട്ടികൾ കൊടുക്കാൻ ഹണിയാണ്. ചെറുതാണ്. കുട്ടികൾക്ക് മാത്രമേ നമ്മൾ കഴിക്കാം. ചില മെഡിസിൻ എല്ലാ മെഡിസിനും യൂസ് ചെയ്യുക. തുളസി തുമ്പ ബാസിൽ അതൊക്കെ മെഡിസിൻ പ്ലാന്റിലും കളിക്കാൻ അതാണ്. എவ்வளோ വില? 1899. ഇതാണ് അതിൻ്റെ ചെറുതില്ലേ? ഇതിൻ്റെ ചെറുതില്ല എടുക്കുന്നത്. ആ എടാ 1899. മിസ്റ്റർ ഇനി ചായ വേണ്ട. സന്ദീപ്, യെസ്. ഹണി മ്യൂസിയം കണ്ടില്ലേ? പിന്നെ എങ്ങനെയുണ്ട്? പലതരം തേനുകൾ, തേനിനെ കുറിച്ചുള്ള അറിവ് കിട്ടി. അതെ, 22 എണ്ണം. 1-2 അല്ല, തേനുകളുണ്ട്. 1-2 അല്ല. ഒന്ന് ആലോചിച്ച് നോക്കിത്താൻ. അത് പുതിയ അറിവല്ലേ? ഇവിടെ 50 രൂപ ഫീസ് ഉണ്ട് കേട്ടോ. എൻട്രി ഫീസ് 50. കുഴപ്പമില്ല. അല്ല, കുറച്ച് സാധനം വാങ്ങി ഞങ്ങൾ ഇവിടെ കാണിച്ച്. ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങി, തേനും കാര്യങ്ങളൊക്കെ വാങ്ങി. ചുമ്മാ രസമല്ലേ? അപ്പൊ അതും കഴിഞ്ഞില്ല, ആഗ്രഹം തീർന്നില്ല. യെസ്. സ്ട്രോബെറി പറിച്ചില്ല? സ്ട്രോബെറിയും കഴിച്ചു. എല്ലാം പറിച്ച് തോട്ടത്തിൽ നിന്ന് പറിച്ച് തിന്നു. ഇനി അടുത്ത സ്ഥലത്ത് പിടിക്കാം. അടുത്ത സ്ഥലം ഇത് കണ്ടോ? ഇത് വട്ടവടയാണ്. ഭൂമി കിടക്കുന്ന കിടപ്പ് കണ്ടോ? നല്ല തട്ട് തട്ടായിട്ട് തിരിച്ച് കൃഷി ചെയ്യാനാണ്. ഈ താഴെ കാണുന്നതൊക്കെ സ്ട്രോബെറി കൃഷികളാണത്. നല്ല അടിപൊളി വ്യൂ അല്ലേ? കോട കണ്ട, കോട ഇറങ്ങണേ. ഇറങ്ങിയതായാലും കയറിയതായാലും കോടയാണ്. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞിട്ടാണ് ഈ അവസ്ഥ. ഫണ്ടാബുലസ്.
വിളിച്ചപ്പാ അതിവിടെ ആയിരുന്നല്ലേ? അത് നമുക്കറിയില്ല. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അറിയില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എത്രയായി? സൂപ്പർമാൻ നടക്കണ്ടല്ലോ. സൂപ്പർമാൻ സാധാരണ പറഞ്ഞല്ലേ കൊണ്ടത്. ഹൈ കൊള്ളാല്ല. ഒരു സൈഡ് വരും. എന്താ ഒരു സൈഡ് വരും. വേണ്ട വാ, പോയിട്ട് വന്നിട്ടാവാ. സന്ദീപ് എടാ ആ സൗണ്ട് കേട്ടാ? സൂപ്പർ സൂപ്പർ. നോക്കാം. സന്ദീപേ സന്ദീപ് സാറേ ടോപ്പ് സ്റ്റേഷൻ അടിപൊളി അടിപൊളി. ടോപ്പ് സ്റ്റേഷൻ കണ്ട സൂപ്പറായിട്ടുണ്ട്. കോട മതിയാ? കോട മതി അമ്മേ, ഇത്ര മതിയല്ല? ഒരു രക്ഷയില്ല. അതാണ് കണ്ട്. എന്താണ് ചെയ്യാ? ഇവിടെങ്ങാനും ഒരു കുറച്ച് സ്ഥലം കിട്ടി ഇവിടെങ്ങാനും താമസിക്കാൻ തീർച്ചയായിട്ടും. ഹായ്. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് പിരിയാണ് ഇവിടെ വെച്ചിട്ട്. സന്ദീപ് സ്ട്രോബെറി പഴം കഴിച്ച പിന്നെ ഹാപ്പിയാണ്. മിൽസ കോട കണ്ട ഹാപ്പിയാണ്.
നാളെ പണിക്ക് പോകണമെന്നുള്ള വിഷമമുണ്ടല്ലേ എല്ലാവർക്കും. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. വീഡിയോ കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയണം എന്തെങ്കിലും. അതെ എല്ലാവരും ചെയ്യാം. ഓക്കെ ബൈ, താങ്ക് യു, ബൈ.